എന്നാ പറയുന്നത്. ആ സംഘർഷങ്ങളെ, മനസ്സിലുണ്ടാവുന്ന സംഘർഷങ്ങള് നാശത്തിലേക്ക് കൊണ്ടുപോകും. മനസ്സ് ശാന്തമാവണം, സ്വച്ഛമാവണം. അങ്ങനെ മനസ്സ് ശാന്തവും സ്വച്ഛവുമായിരിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തില് ശാന്തി ഉണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ, പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടാവുള്ളൂ. ജീവിതം തടസ്സമില്ലാതെ മുന്നോട്ട് ഒഴുകണമെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കണം. അപ്പൊ ഇത്തരം വൈരുദ്ധ്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോകണം. ഈ വൈരുദ്ധ്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഭേദബുദ്ധി അരുത്. നിങ്ങൾ ഏത് ദേവനെയാണോ ഉപാസിക്കുന്നത്, ഏത് ദേവനെ ഉപാസിച്ചാലും എല്ലാം ഒരേ സ്ഥലത്തേക്കാണ് പോണത്. എല്ലാവർക്കും ശക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരെയും നിന്ദിക്കരുത് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഇത് ശ്രദ്ധിക്കാം. ഈ ദക്ഷയാഗം എന്ന കഥ കൊണ്ട് അതാണ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് പറയുന്നത് പ്രധാനപ്പെട്ട കഥയാണ്. അടുത്ത ഉത്താനപാദ മഹാരാജാവിന്റെ കഥ. ഉത്താനപാദ മഹാരാജാവിന്റെ അദ്ദേഹത്തിന് 2 പത്നിമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 പത്നിമാർ ആരൊക്കെയായിരുന്നു? സുനീതി, സുരുചി എന്ന് പറഞ്ഞിട്ട് 2 പത്നിമാരാണ് അദ്ദേഹത്തിന്. ആ 2 പത്നിമാർക്കും സുനീതി, സുരുചി പറഞ്ഞിട്ട് 2 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പൊ പേര് പോലെ തന്നെയാണ് അത്ര അവരുടെ സ്വഭാവം ഉണ്ടാകുന്നത്. എന്താ പേര് പോലെ സ്വഭാവം ഉണ്ടെന്ന് പറയാൻ കാരണം, പഴയ കാലത്തൊക്കെ അങ്ങനെ അർത്ഥമുള്ള പേരുകളുണ്ടാകും ഓരോരുത്തർക്ക്. ഇപ്പൊ കുറച്ച് അർത്ഥങ്ങളൊക്കെ വരുന്നുണ്ട്. ഇടക്കാലത്ത് വെച്ചിട്ട് ആകെ ജഗപകയായിരുന്നു ഇല്ലേ. എന്താ ഇടുന്ന ആൾക്കും അറിയില്ല, കേൾക്കുന്ന ആൾക്കും അറിയില്ല. അങ്ങനെ ഓരോ പേര് ഇട്ടേക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുറച്ചൊക്കെ അർത്ഥമുള്ള പേരുകളാണ്. ഈശ്വരനാമങ്ങളൊക്കെ രണ്ടാമതും നമ്മൾ ഇടാൻ തുടങ്ങി. കുറച്ച് തല തിരിഞ്ഞു വന്നു, ബുദ്ധി വരാൻ തുടങ്ങി. പണ്ട് അതുണ്ടായിരുന്നില്ല. ഇടക്കാലത്ത് വെച്ചൊക്കെ നമ്മൾ ചവിട്ടി തേച്ചിരുന്നു ആകെ. ഇല്ലേ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ മാറി വരുന്നുണ്ട്. ഇത് നല്ല ശുഭസൂചനയാണെന്നാ പറയാം. അപ്പൊ കുട്ടികളൊക്കെ നാരായണെന്നും ശ്രീദേവി എന്നൊക്കെ വീട്ടിലിടാൻ പേരിടാൻ തുടങ്ങി. ആക്കി അയി എന്നൊക്കെ ഇടാൻ തുടങ്ങി. ഇടക്കാലത്ത് അയ്യേ ഇതൊന്ന് മോശമെന്ന് പറഞ്ഞ് ടിൻറ്റു, പിൻറ്റ്, പട്ടി, കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഓരോ പേരുകൾ ഇട്ടിരിക്കും. നായ്ക്കളുടെ പേരൊക്കെ അങ്ങനെ ഇത് പറയാലോ ഇല്ലേ. ഇപ്പൊ നോക്കിയപ്പോ അപ്പൊ ഇവിടെ സുനീതി, സുരുചി, ഉത്താനപാദ മഹാരാജാവ് ഈ 5 മക്കള് പറഞ്ഞില്ലേ. അതിൽ ദേവകൂതി, ആകുതി, എന്താ പറയാ, പ്രസൂതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 പെൺമക്കൾ കഴിഞ്ഞാൽ അടുത്തതാണ് ഉത്താനപാദ മഹാരാജാവ്. ആ വംശപരമ്പര പറയുക. ആ ഉത്താനപാദ മഹാരാജാവിന്റെ പത്നിമാരായിരുന്നു സുരുചി, സുനീതി. ആ സുരുചി എന്ന് പറയുമ്പോ രുചിയിൽ താല്പര്യമുള്ള ആളാണ് എന്ത്? സുരുചി. വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ സുഖഭോഗങ്ങളിൽ രമിച്ചുകൊണ്ട് കഴിയുന്ന ആള്. അതാണ് സുരുചി. പിന്നെയോ സുനീതി. അടുത്ത പറഞ്ഞ പേരെന്താണ്? സുനീതി എന്ന് വെച്ചാൽ നീതിയാണ് അവിടെ മുഖ്യം. അവിടെ ഇന്ദ്രിയങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല. അവിടെ ധർമ്മമാർഗത്തില് ജീവിച്ചുകൊണ്ടിരിക്കുക. നീതി, ന്യായവും കരുണയൊക്കെ ഉള്ള ഒരു കൂട്ടം, അങ്ങനെയുള്ള സ്വഭാവമൊക്കെയുള്ള ഒരു സ്ത്രീ, അതാണ് സുനീതി. ഇവർ 2 പേരും ഉത്താനപാദ മഹാരാജാവിന്റെ പത്നിമാരായിരുന്നു. പക്ഷേ ഈ ഉത്താനപാദ മഹാരാജ 2 കുട്ടികളും ഉണ്ടായി. ഓരോരുത്തർക്കും ഓരോ കുട്ടികൾ. ഒരു കുട്ടിയുടെ പേരാണ് ധ്രുവൻ. സുനീതിയുടെ കുട്ടിയുടെ പേരാണ് ധ്രുവൻ. ആ സുരുചിയുടെ കുട്ടിയുടെ പേരെന്താണ്? സുരുചിയുടെ കുട്ടിയുടെ പേര് ഉത്തമൻ. അങ്ങനെ 2 കുട്ടികളുണ്ടായി. അപ്പൊ ഈ കുട്ടികൾ ഉണ്ടാകുമ്പോ തന്നെ ഈ രാജാക്കന്മാർക്ക് ഈ 2 വിവാഹം കഴിച്ചവർക്ക് ചില ഭാര്യമാരോട് ചിലർക്ക് താല്പര്യം കൂടുതലുണ്ടാവുന്ന പറയുന്നത്. അതെന്താ അങ്ങനെ കൂടുതലുണ്ടാവാൻ കാരണം? ഈ ഭാര്യമാരുടെ കയ്യിരിപ്പാത്രേ. ചിലർ ഈ ഭർത്താവിനെ വശീകരിച്ച് വെക്കുന്ന പറയുന്നത്. അങ്ങനെ ഈ ചില സ്ത്രീകൾക്ക് പ്രത്യേക കഴിവാത്രേ. ഈ 2 ഭാര്യമാരുണ്ടാവുമ്പോഴേ ഒരാൾ കുറച്ച് പോക്കറ്റിലാക്കുന്ന പറയുന്നത്, വളച്ചെടുക്കും കൈയ്ക്ക്. അതിന് ഈ കുടില ബുദ്ധിയുള്ളവർക്ക് താല്പര്യം കൂടും. ഈ ശുദ്ധഗതിക്കാർ മൈൻഡ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഒന്നിന് കുടില ബുദ്ധി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഈ ഭർത്താവ് അത് പറഞ്ഞു കേട്ട് അങ്ങനെ നമ്മൾ പോകും. അപ്പൊ ഇവിടെ അതന്നെ സുഖം. ഇവിടെ ഈ സുരുചി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ ഭോഗത്തിനൊക്കെ താല്പര്യമുള്ളതല്ലേ. ഈ സുരുചി എന്ത് ചെയ്തു? ഈ ഭർത്താവിനെ ഉത്തമനെ എന്താണ് ഉത്താനപാദ രാജാവിനെ വശീകരിച്ചു. എന്നിട്ടായി തന്റെ പോക്കറ്റാക്കി വെച്ചു. അപ്പൊ സുരുചി പറഞ്ഞാലേ കേൾക്കുള്ളൂ, സുനീതി പറഞ്ഞാൽ കേൾക്കില്ല. സുനീതി പാവം, അത് ശുദ്ധ മനസ്സ്, അത് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നു. അവിടെ എന്തായി ഒരു മുക്കിലായി. അപ്പൊ ഈ സുരുചിയുടെ ഭരണത്തിലാ ആര്? ഉത്താനപാദ മഹാരാജാവ്. അപ്പൊ ഇങ്ങനെ ഉണ്ടായി. ഇങ്ങനെ വീട്ടിലിങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുക കൊട്ടാരത്തില്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു ദിവസം ഈ ഉത്തമൻ, അതായത് സുരുചിയുടെ പുത്രൻ, ഈ രാജാവിന്റെ മടിയിൽ കയറി കളിച്ചു എന്നാ പറയണേ. രാജാവ് ഈ സിംഹാസനത്തിലൊക്കെ ഇരിക്കുമ്പോൾ മക്കളുണ്ടല്ലോ, ഇപ്പൊ നമ്മളൊക്കെ കസേരയിലിരിക്കുമ്പോൾ കുട്ടികൾ വന്ന് മടിയിൽ കയറിയിരിക്കില്ലേ, അതേപോലെ ഈ ഉത്താനപാദ മഹാരാജാവിന്റെ മടിയിൽ കയറിയിട്ട് ഈ ഉത്തമൻ കളിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി? ഈ കുട്ടികൾക്ക് ഒരു സൂക്കടുണ്ട്. ഒരു കുട്ടി എന്താണോ ചെയ്യണേ മറ്റേ കുട്ടിക്ക് അപ്പം അത് വേണം തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് എന്തായി? ഈ എന്താ പറയാ, ധ്രുവനും അതേമാതിരി ഓടിച്ചെന്നു. സുനീതിയുടെ പുത്രനായുള്ള ധ്രുവന് ഓടിച്ചെന്ന് പറഞ്ഞു ഇരിക്കുമ്പോൾ അച്ഛന്റെ മടിയിൽ കയറിയിരിക്കുക. കൊത്തി പിടിച്ച് കയറാൻ തുടങ്ങിയപ്പോ ഈ ഉത്തമനോട് അങ്ങനെ അള്ളി പിടിച്ചിരിക്കുക. ആ സമയത്ത് ഇതിന്റെ സുരുചിങ്ങ പറഞ്ഞതൊക്കെ നോക്കി ഇങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് തന്റെ കുട്ടി രാജാവിന്റെ മടിയിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നുണ്ട്. ആ ഭാവി രാജാവാണ്
എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴേ മറ്റേ കുട്ടി വന്ന് തിക്കി തിരക്കിട്ട് എനിക്കിരിക്കണം. അപ്പൊ ഈ ഉത്താനവാദ മഹാരാജാവ് ഈ കുട്ടീനെ താഴ്ത്തി വെച്ചാൽ എടുക്കാൻ പുറപ്പെട്ടപ്പോൾ സുരുചി അവിടെ എണീറ്റ് വെള്ളത്തോട്ട് പോരുത്, നീ മാറിക്കടാവുന്നു പറഞ്ഞു. ആരോട് പറയണത്? ധ്രുവനോട് പറയാണ്, നീ മാറി നിൽക്ക്. അതെ, അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല, നിന്റെ അമ്മയ്ക്കും ഇല്ല. നിന്റെ അമ്മയ്ക്കൊന്നും ഉണ്ടായാലൊന്നും അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള യോഗ്യത ഇല്ല. അതിനൊക്കെ യോഗ്യത വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് രണ്ടാമത് ജനിക്കണം, എൻ്റെ വയറ്റിൽ എന്നാ കയറിയിരിക്കാം, അല്ലാതെ വേറെ വഴിയില്ല. ഇത് കേട്ടതോട് കൂടിയിട്ട് ആകെ കൂടി വിഷമത്തിലായി ധ്രുവൻ വിഷമത്തിലായി. അമ്മയുടെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു. ആ ചെറിയമ്മ പറഞ്ഞു, ഇങ്ങനെ എന്താ പറയുക, അച്ഛൻ്റെ മടി കയറിയിരിക്കാൻ പറ്റില്ല, അമ്മയുടെ വയറ്റിൽ ജനിച്ചാലേ പറ്റുള്ളൂ, അതിന് ഇനി രണ്ടാമത് ജനിക്കണം എന്നാണ് പറയണത്. അതിന് ഭഗവാനെ താമസിക്കണം, അല്ല എന്താ ചെയ്യുക, ഇനി അമ്മയുടെ വയറ്റിൽ ജനിക്കണം, ഈ സുരുചി അമ്മയുടെ വയറ്റിൽ ജനിച്ചാലേ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സങ്കടത്തോട് കൂടിയിട്ട് അമ്മയുടെ അടുത്ത് പോയി പരാതി പറഞ്ഞു. അമ്മയുടെ അടുത്ത് പരാതി പറഞ്ഞപ്പോൾ സുനീതി പറഞ്ഞു, സാരില്ല കൂട്ടാ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ആ അമ്മ അങ്ങനെ വേണ്ടാത്തൊന്നും പറയുന്നില്ല, അതൊക്കെ തോന്നിയതാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞു. നല്ല ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുത്തു. നല്ല ബുദ്ധിയൊക്കെ പറഞ്ഞു. ധ്രുവൻ പറഞ്ഞു, പറ്റില്ല, എനിക്കത് നല്ല ബുദ്ധിയായിട്ടും തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഭഗവാനെ തപസ് ചെയ്തിട്ട് എൻ്റെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം എനിക്ക്. അപ്പൊ അതിന് ഞാൻ ഭഗവാനെ തപസ് ചെയ്യാൻ പോവുകയാണ്. ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ട് ഞാൻ ഇതിനുള്ള വരം വാങ്ങിയിട്ട് വരുന്നാവും പറയുന്നത്. കുടുങ്ങിയില്ലേ? വയസ്സെത്രയാണ്? 5 വയസ്സ്. ഇത് കേട്ടതോട് കൂടിയിട്ട് സുനീതിക്ക് സങ്കടമായി. ഈ പ്രായത്തിൽ ഈ തപസ്സിന് പോകും, എന്തൊരു ദൈവമേ, എന്തത് കേട്ട് കഴിയില്ലല്ലോ ഇങ്ങനത്തെ ഒരു പരിപാടി. ഈ പ്രായത്തിലൊക്കെ തപസ്സിന് പോയാൽ ഘോരമായ ഈ കാട്ടിലൊക്കെ പോയി തപസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചു കുട്ടിയൊക്കെ പോകാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ, എന്തൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ, കഷ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ പിന്തിരിപ്പിക്കാൻ വേണ്ടി പല ഉപായങ്ങളും പറഞ്ഞു നോക്കി. എൻ്റെ കുട്ട ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആരാ നിനക്ക് ചായയൊക്കെ ഉണ്ടാക്കി തരിക, പാല് തരിക എന്നൊക്കെ പലതും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുട്ടി പറഞ്ഞു, ഇന്ന അമ്മ എന്ത് പറഞ്ഞു കാര്യമില്ല, ഞാൻ പോകും. അവസാനം നിവൃത്തിയില്ല. എന്നാ പിന്നെ നേരെ പൊക്കോളാൻ പറഞ്ഞു. അല്ല എന്താ ചെയ്യാ, അങ്ങനെ ഈ കുട്ടി ഇറങ്ങിപ്പോയി. അങ്ങനെ എവിടേക്ക് പോകണമെന്നറിയില്ല, എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. തപസ് ചെയ്യണം, ഭഗവാനെ പ്രീതിപ്പെടുത്തണം എന്നൊക്കെ അറിയണേ, അങ്ങനെ പോകണം, രണ്ടാമതൊരു ജന്മം വേണം. അപ്പൊ അതിനെന്ത് ചെയ്യണം, എന്താ ഭഗവാനെ എങ്ങനെ പ്രീതിപ്പെടുത്തണം ഒന്നും അറിയാത്ത ഈ കുട്ടി ഇറങ്ങി നടന്നു. അപ്പൊ അങ്ങനെ ഒന്നും അറിയാതെ ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടി ഭഗവാനെ കിട്ടണം എന്ന ധാരണയോട് കൂടി ഉറച്ച മനസ്സോട് കൂടിയിട്ട് ഒന്നും അറിയാത്ത ആര് ഇറങ്ങി പുറപ്പെട്ടാലും വഴി കാണിക്കാൻ ഓരോരുത്തർ വരും എന്നാ പറയാ. ഓരോരുത്തര സമയത്ത് വരും ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടി, ഭഗവാനെ കിട്ടാൻ വേണ്ടി. ഒരു ചുക്കും അറിയാതെ ആരിറങ്ങി പുറപ്പെട്ടാലും ആ ആളെ കൈപിടിച്ച് ഭഗവാന്റെ ആ സവിധത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാലത്തും ഓരോ മഹാത്മാക്കൾ വരും എന്നാ പറയുന്നത്. അങ്ങനെ വന്ന ഒരു മഹാത്മാവ് അവിടെയും. അതാണ് നാരദ മഹർഷി. നാരദ മഹർഷിക്ക് വിവരം കിട്ടി. ഭഗവത്തമനായിട്ടുള്ള നാരദ മഹർഷി അങ്ങനെ നോക്കുമ്പോഴാ ഒരു കുട്ടി ഭഗവാനെ അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുന്നു. നാരദ മഹർഷി ഒന്ന് ഓടി വന്നു. നാരദ മഹർഷി ഓടി വന്ന് ഈ കുട്ടിയുടെ മുമ്പിൽ വന്ന് നിന്ന് ചോദിച്ചു, എവിടേക്കാ കുട്ടാ പോണത്? അത് പറഞ്ഞു, എനിക്ക് ഭഗവാനെ കിട്ടണം, ഭഗവാനെ തപസ് ചെയ്യാൻ പോവാ. ഭഗവാനെ തപസ് ചെയ്യാൻ പോവാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാൽ കിട്ടുവോ? നീ ഒരു കൊച്ചു കുട്ടിയല്ലേ, നീ കൊച്ചു കുട്ടിയാവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പോയാൽ ഭഗവാനെ കിട്ടുവോ? അപ്പൊ അതിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതിന് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ, അല്ല വെറുതെ അങ്ങോട്ട് പോയാൽ കിട്ടുവോ? ഇനി എവിടേക്കായി പോണത്? അപ്പൊ കുട്ടി പറയാ, ഞാൻ കാട്ടിലേക്കാ പോണത്, കാട്ടിൽ പോയി തപസിക്കാൻ പോവാണ്. അപ്പൊ ഈ കാട്ടിൽ പോയ ക്രൂര മൃഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഇപ്പൊ എന്താ വീട്ടിൽ നല്ല കൊട്ടാരത്തിൽ നല്ല സുഖമായിരുന്നില്ലേ, രാവിലെ 6 മണിക്ക് എണീക്കുമ്പോഴേക്കിന് പാല് കൊണ്ട് അമ്മ വന്ന് നിൽക്കില്ലേ, രാത്രി മൂടി പൊതിച്ച് കിടത്തി നോക്കി തരില്ലേ, കൊതു കടിക്കാതെ കാറ്റിലില്ലേ, മഴയും വെയിലൊന്നും കൊള്ളാതെ എത്ര സുന്ദരമായിട്ടാണ് ജീവിച്ചിരുന്ന്. ഈ കാട്ടിൽ പോയി ഇതിലൊക്കെ ആരാ ഉള്ളത്? ആരാ ഭക്ഷണം കൊടുത്ത് തരിക? ആരാ കിടത്തി ഉറക്കി തരിക? അവിടെ പല ജീവജാലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഉപദ്രവിക്കില്ലേ? ഈ സുഖമൊന്നും ഉണ്ടാവില്ല. വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, മര്യാദയ്ക്ക് വീട്ടിൽ പോയിക്കോളൂ, കുറച്ച് പ്രായമായിട്ട് നോക്കാം, നമുക്ക് ഇതൊക്കെ സഹിക്കാനുള്ള ഒരു പ്രായമാകുമ്പോൾ നോക്കാം, അപ്പൊ ഇതിനൊന്നും പോണ്ട, വീട്ടിൽ പോക്കണം. നാരദ മഹർഷി ഒരു പരീക്ഷണം നടത്തിയതാ. അപ്പൊ ധ്രുവൻ പറഞ്ഞു, എന്റെ മഹർഷി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവിടെ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ അതൊക്കെ ജീവിതത്തിൽ ഒക്കെ ഉറപ്പിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടേക്കണം, എനിക്ക് സുഖമൊന്നും വേണ്ട, ഭഗവാനെ മാത്രം പറ്റി. അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് പ്രശ്നമല്ല, ഞാൻ പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മഹർഷി അങ്ങേക്ക് അറിയുമെങ്കിൽ അവിടെ പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരും, അതെനിക്ക് അറിയില്ല, അതുകൊണ്ട് അതൊന്ന് പറഞ്ഞു തന്നാ ഉപകാരമായി. ഇത് കേട്ടതോടുകൂടി നാരദ മഹർഷിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? ഈ കുട്ടീനെ ആര് പറഞ്ഞാലും പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലായി. അതോടുകൂടി നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു, എങ്ങനെ ഭഗവാനെ എങ്ങനെ നമുക്ക് പ്രീതിപ്പെടുത്താം, ആ ഭഗവാന്റെ ദർശനം നമുക്ക് എങ്ങനെ കിട്ടും, ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടത്. അങ്ങനെ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തത് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു മന്ത്രമാണ് ദ്വാദശാക്ഷരി മന്ത്രം.
എന്താണത്? ദ്വാദശാക്ഷരി മന്ത്രം. ഇത് വായിക്കുമ്പോ കണ്ടിട്ടേത് ഓം നമോ ഭഗവതേ വാസുദേവായ. അത്രയും വൈശിഷ്ട്യമുള്ള ഒരു മന്ത്രമാണ് എന്ന് പറയും. ആ മന്ത്രത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ ഒരു വിവരമില്ലാത്ത ആൾക്കും വിവരം ഉണ്ടാവും. ഏത് മന്ത്രത്തിനുണ്ട് ഈ ശക്തി? ഇത് മാത്രമല്ല, എല്ലാ മന്ത്രത്തിനുണ്ട്. അതാണ് നമ്മളെ സുധീർ ആദ്യം ചൊല്ലിയത്, മൂക്കം കരോതി വാചാലം പങ്കും രംഗയതേഗിരിയും. ഒരു ചുക്കും അറിയാത്ത ആള് കവിയായിത്തീരും, വാഗ്മിയായിത്തീരും എന്നാ പറയണം. എണീറ്റ് നടക്കാൻ വയ്യാത്ത ആള് ഏത് പർവ്വതത്തിന്റെ മുകളിൽ പോയി കയറും എന്നാ പറയുന്നത്. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഈ മന്ത്രങ്ങൾ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ദ്വാദശാക്ഷരി മന്ത്രം എന്ന വിശിഷ്ടമായ മന്ത്രത്തെ ഉപദേശിച്ചു കൊടുത്തു ആ ധ്രുവനെ. അങ്ങനെ ധ്രുവൻ അത് മനസ്സാ സ്വീകരിച്ചു. ആ കുട്ടി പോയി മധുവനം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആ മധുവനം എന്ന് പറഞ്ഞ അത്രയും പ്രശാന്ത സുന്ദരമായിട്ടുള്ള ആ വനം, ആ വനത്തിൽ പോയി ആ കുട്ടി തപസ് ആരംഭിച്ചു എന്ന് പറയാം. തപസ് ആരംഭിച്ച സമയത്തോ ആദ്യമൊക്കെ 4 നേരം നമ്മളെ പോലെ ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടിയാണ്. പിന്നെന്താ, ഈ കാട്ടിൽ പോയ സമയത്ത് അവിടെ ആരും ഇത് കൊണ്ടു കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ട് കായകളും പഴങ്ങളും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് കിഴങ്ങുകളൊക്കെ എടുത്ത് 2 നേരമൊക്കെ കഴിച്ചു ആദ്യമൊക്കെ. പിന്നെന്തായി, കുറച്ച് കഴിഞ്ഞപ്പം ആ 2 നേരമുള്ളത് 1 നേരമാക്കി. പിന്നെന്തായി, പിന്നെ 1 നേരവും ഇല്ലാതെയാക്കി ഇലകൾ കഴിക്കാൻ തുടങ്ങി. പച്ച ഇലകളൊക്കെ, കിഴങ്ങും തിന്ന് വേണ്ടെന്ന് പറഞ്ഞ് പച്ച ഇലകളൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴും കുറച്ചും കൂടി കഴിഞ്ഞപ്പം ഇലകളൊക്കെ നിർത്തി. പിന്നെന്തായി, ഉണങ്ങിയ ഇലകൾ മാത്രം കഴിക്കാറായി. അങ്ങനെ കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉണങ്ങിയ ഇലകളൊക്കെ കഴിച്ചു. പിന്നെന്തായി, ഒന്നും കഴിക്കാണ്ടായി. ജലം മാത്രം കുടിച്ചു. പിന്നെ ജലവും ഇല്ലാണ്ടായില്ല. അതും നിർത്തിയിട്ടോ ഈ അഷ്ടാംഗ യോഗത്തിന് പറയും പ്രാണായാമം എന്ന് പറയും. പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നൊക്കെ പറഞ്ഞില്ലേ. ആ പ്രാണായാമം എന്ന് പറയുന്നത് എന്താണ്? അത് ഇവിടെ പറയുന്നത്. പ്രാണായാമം എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളാണ് പ്രാണായാമത്തിന്. ഒന്നാമത് എന്താണത്? പൂരകം, രേചകം, കുംഭകം. ഈ 3 തരത്തില്, ആ 3 സ്റ്റെപ്പാണ് പ്രാണായാമം. ഇത് 3 കൂടി കൂടുമ്പോഴാണ് പ്രാണായാമം ആവുക. എന്താണ് ഈ പൂരകം എന്ന് പറഞ്ഞാല്? ഈ വായുവിനെ നമ്മള് ഈ ഒരു മൂക്ക് നമ്മളിങ്ങനെ അടച്ചു പിടിക്കുന്നുണ്ടല്ലേ, മൂക്ക് അടച്ചു പിടിച്ച് ഒരു മൂക്ക് കൂടെ നമ്മൾ വായുവിനെ അകത്തേക്ക് വലിച്ചെടുക്കും. അകത്തേക്ക് വലിച്ചെടുത്തിട്ടോ അതിനെ നമ്മുടെ ഉള്ളില് നിറച്ച് നിർത്തും. എന്നിട്ടോ ഒരു മാത്ര കഴിയുമ്പോൾ ഇത് ഈ മൂക്ക് കൂടെ ഇങ്ങനെ പരിശീലിച്ചാൽ സംഗതി നടക്കില്ല കേട്ടോ. ഒരു ഗുരു ഇല്ലാതെ പ്രാണായാമം ചെയ്യാൻ പാടില്ല എന്ന് പറയാം. അതിങ്ങനെ പറഞ്ഞത് നാളെ പോയിട്ട് മൂക്ക് അടച്ചിട്ട് വലിച്ച് കയറ്റിയിട്ട് ഒക്കെ കൂടി പതുകൂടെ വിട്ടിട്ട് ഒന്നും കാണാതെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പരിശീലനം വേണം, അറിയുന്ന ആള് വേണം. ഇത് പറയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മൂക്ക് കൂടെ ശ്വാസം എടുക്കും, ഉള്ളിൽ നിർത്തും. ആ ശ്വാസത്തെ അടുത്ത മൂക്ക് കൂടെ പുറത്തേക്ക് വിടും. അപ്പൊ അതിനൊക്കെ ഒരു മാത്രയും കണക്കൊക്കെ ഉണ്ട്. അപ്പൊ അതങ്ങനെ പുറത്തേക്ക് വിടും. ഇതിങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് നിരന്തരമായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അകത്തേക്ക് എടുക്കുന്ന ആ സ്റ്റെപ്പ്, അതിന് പറയുന്ന പേരാണ് പൂരകം. ഉള്ളിൽ നിർത്തുന്ന, സ്തംഭിച്ച് നിർത്തുന്ന പരിപാടി, കുംഭിച്ച് നിർത്തുന്നതിനെ പറയും കുംഭകം. പുറത്തേക്ക് വിടുന്നതിനെ പറയും രേചകം എന്ന് പറയും. ഈ 3 സ്റ്റെപ്പ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതൊന്നും അറിയില്ല ആർക്ക്? ഈ ധ്രുവന്. പക്ഷേ ധ്രുവൻ ചെയ്തത് എന്താ? ഇതിനെ കുംഭകം എന്ന് പറയുന്ന പരിപാടി, ഈ അതീവ കഠിനമായിട്ടുള്ള ഈ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വായുവിനെ ഉള്ളിലേക്ക് അങ്ങോട്ട് എടുത്ത് ആ ഉള്ളിൽ അവിടെ നിർത്തി എന്നാ പറയുന്നത്. കുംഭകം അങ്ങോട്ട് ചെയ്തു എന്നാ പറയുന്നത്. ആ കുംഭകം കുംഭിച്ചു നിർത്തി എന്ന് പറഞ്ഞാലോ ആ ധ്രുവന്റെ തപസിന്റെ കാഠിന്യം എന്നാ പറയുന്നത്. ഒരു മനുഷ്യൻ തപസ്സിനിറങ്ങി പുറപ്പെട്ട് തപസ് പുരോഗമിച്ചു വരുന്ന സമയത്ത് ആരെയാണോ ത്രിപുടി നശിക്കുക എന്ന് പറയും. എന്താ പറയാ? ത്രിപുടി നശിക്കുക എന്ന് പറയും. ആരെയാണോ തപസ് ചെയ്യുന്നത്, ആരാണോ തപസ് ചെയ്യുന്നത്, ആ തപസ് ചെയ്യുന്ന ക്രിയയും ഇത് 3 ഒന്നായി തീരുന്ന പറയും. തപസ് എന്ന പ്രവൃത്തിയും തപസ് ചെയ്യുന്ന ആളും ആരെയാണോ തപസ് ചെയ്യുന്നത് അതും, ഇത് 3 ഒന്നായി തീരും എന്ന് പറയാ. ആ ഒന്നായി തീരുന്നൊരവസ്ഥ വരുമ്പോ എങ്ങനെയാണോ ഭഗവാൻ എന്ന് ചോദിച്ചാൽ, ഈ വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ആ തപസും വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാവും. തപസ് ചെയ്യുന്ന ആളും വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആളാവും. ഒന്നാവുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അത്രയും വ്യാപകമാവും. അപ്പൊ എന്തുണ്ടാവും? ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആള് ഈ ഭൂമിയിലെ വായുവിനെ മുഴുവനും ഉള്ളിലങ്ങോട്ട് നിർത്തി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭൂമിയിൽ വായു ഇല്ലാണ്ടായി. പിന്നെ ഭൂമിയിൽ വായുവില്ല. ഇദ്ദേഹം മൊത്തം വലിച്ച കത്തിക്കാക്കിയിരിക്കുക ഈ കുട്ടി.
അത് മൊത്തം അകത്താ വായു. അത് കാരണം എന്തായി, ഭൂമിയിൽ വായു ഇല്ല. വായു ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആൾക്കാർ കിടന്ന് പഴയാൻ തുടങ്ങും ഇല്ലേ? ഇപ്പൊ അങ്ങനെ നല്ല സുഖമായിട്ട് ഇരിക്കുക, ചൂട്ടിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ വായു ഇങ്ങനെ അകത്തേക്ക് വരുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇല്ലേ? മൂക്ക് കൂടെ ശ്വാസം അങ്ങനെ പോയിരുന്നില്ലേ ഒരു പണി എടുക്കാതെ. അപ്പൊ അതാണ് നിന്നാന്തായിരിക്കും അവസ്ഥ. അതാണ് നിന്നാന്തായിരിക്കും അവസ്ഥ. ഇതേ കിടക്കണോ ചടപടാന്ന് ഒക്കെ കൂടി വീണ് പരിപാടി കഴിയും ഇല്ലേ? ഇത് സംഭവിക്കാൻ തുടങ്ങി എന്നാ പറയണേ. വായു ഇല്ലാണ്ട് ഈ കുംഭകം വന്നപ്പോ വായുവിനെ ഉള്ളിൽ കുംഭിച്ച് നിർത്തിയപ്പം അവിടെ വായുവിന് ക്ഷാമം വന്നു. വായു കിട്ടാനില്ലാതെ ഇപ്പൊ ആൾക്കാർ സങ്കടമായി. എന്താണ്, ഓരോരുത്തരെ വലിക്കണം വലിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ അകത്തേക്ക് കയറണില്ല. കഷ്ടായി. രാജാവിന്റെ അടുത്ത് നിന്നോ എല്ലാവരുടെ അടുത്ത് ചെന്നോ പരാതി പറഞ്ഞു. അതോടുകൂടി ദേവന്മാരെ വന്നു, എല്ലാവരും വന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ